ഹലോ ഡിയേഴ്സ്, ഹായ് ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എല്ലാവർക്കും അറിയുന്ന ഷുഗർ, പ്രമേഹം, ഡയബറ്റീസിനെ കുറിച്ചാണ്. എന്താണ് ഈ ഡയബറ്റീസ് ശരിക്കും പറഞ്ഞാൽ? ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ചിലർ പറയും രക്തത്തിൽ പഞ്ചസാര കൂടുക, ഷുഗർ അല്ലേ? ആക്ച്വലി ഷുഗർ അല്ല ഇവിടെ കൂടുന്നത്, രക്തത്തിൽ ഗ്ലൂക്കോസ് ആണ് കൂടുന്നത്. അപ്പോൾ പിന്നെ പഞ്ചസാര തിന്നാൽ ഷുഗർ ഉണ്ടാവും. അതെങ്ങനെയാന്ന് വെച്ചാൽ പഞ്ചസാരയോ മധുരമുള്ള എന്ത് സാധനവും നമ്മുടെ ഇൻഡസ്റ്റൈൻ എന്ന് പറയുന്ന കുടലിൽ എത്തിക്കഴിഞ്ഞാൽ അത് ദഹിച്ചിട്ട് നമ്മുടെ രക്തത്തിൽ ഗ്ലൂക്കോസ് വർദ്ധിക്കും. ഗ്ലൂക്കോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? ഗ്ലൂക്കോസിൻ്റെ പൊടിയൊക്കെ കണ്ടിട്ടില്ലേ? ഗ്ലൂക്കോസ് ഡി. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ പഞ്ചസാരയും ഗ്ലൂക്കോസും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, എനിവേ എനിക്ക് പറയാനുള്ളത് ഈ ഷുഗർ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് കൂടുന്നതാണല്ലോ ബ്ലഡിൽ. അതെന്താ സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് കൂടിക്കഴിഞ്ഞാൽ അതിനെ കുറക്കാൻ ഒരു ഹോർമോൺ, ഒരു കെമിക്കൽ. ഇതുണ്ടാവുന്നത് നമ്മുടെ പതിര് എന്നൊക്കെ പറയില്ലേ? പതിര് നമ്മളെ പല അനിമൽസിനും ഒക്കെ പതിര് കേട്ടില്ലേ? പതിര്. അതുപോലെ പാൻക്രിയാസ് എന്ന ഗ്രന്ഥിയിൽ നിന്ന് വരുന്ന ബീറ്റാ സെൽസ് എന്ന് പറഞ്ഞ ഒരു കോശങ്ങളുണ്ട് നമ്മുടെ പാൻക്രിയാസിൽ. ഇതിൽ നിന്ന് വരുന്ന ഇൻസുലിൻ എന്നുള്ള ഹോർമോണാണ്. ഇൻസുലിനാണ് ഈ ഗ്ലൂക്കോസിനെ ബ്ലഡിൽ കൂടിക്കഴിഞ്ഞാൽ കുറക്കുന്നത്. ഈ ഇൻസുലിൻ എന്തോ കുഴപ്പം പറ്റുമ്പോഴാണ് ഇപ്പോൾ ഈ ഷുഗർ എന്നുള്ള ഡയബറ്റീസ് എന്നുള്ള അസുഖം വരുന്നത്. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് ഷുഗർ വന്നാൽ ചിലപ്പോൾ ആൾക്ക് അറിയുണ്ടാവില്ല. ചിലപ്പോൾ ബ്ലഡിൽ ഒന്ന് ഷുഗർ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഫുൾ ബോഡി ചെക്കപ്പ് അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഷുഗർ കൂടി പോയി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ മരുന്ന് കഴിക്കുന്നത്, ഞാൻ എന്തിനാണ് ടാബ്ലറ്റ് കഴിക്കുന്നത്? മാത്രമല്ല ഷുഗറിൻ്റെ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് അതിൻ്റെ ആവശ്യം വിചാരിച്ച് വെറുതെ ഒഴിവാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പറഞ്ഞു തരും. ഓക്കെ, ഈ ഷുഗർ സാധാരണ പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് പോകുന്ന ഒരു അസുഖമല്ല. അക്യൂട്ട് ഡിസീസ് അല്ല, ഇതൊരു ക്രോണിക് ഡിസീസാണ്. കുറേ കാലം തുടങ്ങിക്കഴിഞ്ഞാൽ അപ് ടു ദ എൻഡ് ഓഫ് യുവർ ലൈഫ് ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും, അവസാനം വരെ ഉണ്ടാവും. പക്ഷെ ഒരു ഷുഗർ എപ്പോൾ ഉണ്ടാവുക എന്ന് വെച്ചാൽ നമ്മൾ ഗർഭം ഉണ്ടാകുമ്പോൾ മാത്രം ഉണ്ടാവും. GDM എന്നാണ് ഇതിന് പറയുക, ഗസ്റ്റേഷണൽ ഡയബറ്റീസ് മെലിറ്റസ്. അത് ഗർഭാവസ്ഥയിൽ പ്രഗ്നൻ്റ് ആകുമ്പോൾ മാത്രം കാണുന്ന ഷുഗറാണ്. ആ ഷുഗർ അപ്പോൾ നമ്മൾ ഇൻസുലിൻ വെച്ചിട്ട് നമ്മുടെ പ്രഗ്നൻസി ടൈമിൽ അത് ട്രീറ്റ് ചെയ്യും എന്ന് മാത്രമല്ല, ഡെലിവറി കഴിഞ്ഞാൽ പിന്നെ ആ ഷുഗർ ഉണ്ടാവില്ല. ഈ ഡയബറ്റീസ്, ഈ പ്രമേഹം എങ്ങനെ ഉണ്ടാവുന്നത് ഞാൻ പറഞ്ഞുതരാം. സത്യം പറഞ്ഞാൽ 50-50 ചാൻസാണ്. കുടുംബത്തിൽ നമ്മുടെ ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ ഉണ്ടെങ്കിൽ 50% ചാൻസ്, 50% ചാൻസ് മാത്രമേ നമുക്ക് കിട്ടാനുള്ളൂ. പക്ഷേ ബാക്കി 50% നമ്മുടെ ജീവിതശൈലി, ലൈഫ് സ്റ്റൈൽ കൊണ്ടാണ് ഉണ്ടാവുന്നത്. പണ്ടത്തെ ഒരു പ്രോബ്ലം പ്ലേഗ്, കോളറ അതുപോലുള്ള പല അസുഖങ്ങളായിരുന്നു. അതായത് പകരുന്ന അസുഖങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പ്രോബ്ലം അതല്ല. ഇപ്പോൾ നമ്മുടെ ജീവിതശൈലി, ലൈഫ് സ്റ്റൈൽ കൊണ്ടാണ് അസുഖം. ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ലിവർ, കിഡ്നി, ജസ്റ്റ് ലൈക്ക് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ പ്രഷർ, അങ്ങനത്തെ കുറേ പ്രോബ്ലംസ് ഉണ്ടാകുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കാരണമാണ്. അപ്പോൾ ഈ ഡയബറ്റിക് സ്റ്റേജിലേക്ക് ലീഡ് ചെയ്യുന്ന ലൈഫ് സ്റ്റൈൽ ഞാൻ 3ആയിട്ട് ക്ലാസിഫൈ ഉണ്ട്. അതിൽ ഒന്നാമത്തത് നമ്മുടെ ഫുഡാണ്. ജങ്ക് ഫുഡ് അധികം കഴിക്കുക എന്ന് പറഞ്ഞാൽ പിസ്ത, ബർഗർ, അതിനൊക്കെ പുറമേയായിട്ട് നമുക്ക് ജങ്ക് ഫുഡായിട്ട് കൂട്ടാൻ പറ്റുന്നത് ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ഫുഡ്, അതായത് റൈസ്, അരി, ചോറ്, പിന്നെ അതുപോലെ വീറ്റും കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡാണ്, അതായത് ഗോതമ്പ്. എന്നതിനൊക്കെ പുറമെ പൊട്ടാറ്റോ, ഉരുളക്കിഴങ്ങ്, എന്നതിന് പുറമെ നമ്മളിപ്പോൾ ടാപ്പിയോക്ക, അതായത് പൂള, കപ്പ എന്നൊക്കെ പറയുന്ന സാധനം, ഇതൊക്കെ റിച്ച് ഫുഡ് കഴിച്ചാലും എന്ത് സംഭവിക്കും? ഈ ഷുഗറിന്. അപ്പോൾ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. ഇങ്ങനത്തെ ഓവറായിട്ട് ഈറ്റ് ചെയ്താൽ, ഓവറായിട്ട് തിന്നു കഴിഞ്ഞാൽ ഈ ഷുഗർ സംഭവിക്കും. രണ്ടാമത്തത് പറഞ്ഞു തരാം. ഒരു എക്സസൈസും ചെയ്യാതെ ചടഞ്ഞു കൂടിയിരുന്ന് ഉറങ്ങി, പിന്നെ എന്താ പറയുക വെച്ചാൽ ഒബസിറ്റി എന്ന് പറഞ്ഞാൽ പൊണ്ണത്തടിയനായിട്ട് നിന്നാൽ നമ്മുടെ ബോഡിയിൽ നിറയെ ഫാറ്റ് ഉണ്ടാവില്ലേ, കൊഴുപ്പുണ്ടാവില്ലേ? ഈ ഫാറ്റ് കൂടിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇൻസുലിൻ്റെ കാര്യം, ഇൻസുലിന് വർക്ക് ചെയ്യാൻ പറ്റാതാവും. നമ്മൾ പറഞ്ഞ ഇൻസുലിൻ മരുന്ന് ഇഞ്ചെക്ട് ചെയ്യുന്ന ഇൻസുലിൻ അല്ല, നമ്മുടെ പാൻക്രിയാസ് ഉണ്ടാക്കുന്ന ഇൻസുലിൻ. അപ്പോൾ ആ ഇൻസുലിന് വർക്ക് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോഴും എന്താവും? ഡയബറ്റീസ് ഉണ്ട്. അപ്പോൾ 2 കഴിഞ്ഞു. ഒന്ന് ഫുഡ്, രണ്ടാമത്തെ എക്സസൈസ് ഇല്ലാതിരിക്കുക, സെഡൻഡറി ലൈഫ് സ്റ്റൈൽ, അതായത് ചടഞ്ഞു കൂടി ഇരിക്കുക, ഒബസിറ്റി, പൊണ്ണത്തടി, അതൊക്കെ ഞാൻ അതിൽ പറഞ്ഞു കേട്ടോ. ഇനി 3ആമത്തേലേക്ക് പോവാം. 3ആമത്തെ കാര്യം അധികം ആർക്കും അറിയാത്ത കാര്യമാണ്. ഉറക്കമൊഴിക്കുക, സ്ട്രെസ്സ് കൂടുക, അതുപോലെ കുറേ ഓവറായിട്ട് ഡ്രൈവ് ചെയ്യുക വണ്ടി. അപ്പോൾ സ്ട്രെസ്സ് കൂടുക, ഓവറായിട്ട് ഡ്രൈവ് ചെയ്യുക, അതേപോലെ ഉറക്കമൊഴിക്കുക. ഇങ്ങനെ വന്നാലും ഡയബറ്റീസിലേക്ക് ലീഡ് ചെയ്യാൻ അതും ഒരു ചെറിയ കാരണമാണ്. അപ്പോൾ നമ്മൾ 3 കിട്ടിയില്ലേ? ഫുഡ്,
എക്സസൈസ്, അതിൽ വെയിറ്റ് ലോസും വെയിറ്റ് ഗെയിനും ഒക്കെ പറഞ്ഞു. പിന്നെ ഒന്ന് പറയാനുള്ളത് നമ്മുടെ ഓവറായിട്ട് സ്ട്രെസ് വരുന്ന കാര്യങ്ങൾ ചെയ്യാം. ഇത് മൂന്നാണ് ഡയബറ്റീസിലേക്ക് ലീഡ് ചെയ്യുന്ന ലൈഫ് സ്റ്റൈൽ കാര്യങ്ങൾ. എഗൈൻ ഐ വാണ്ട് ടു ടെൽ യു ദാറ്റ് 50% ജെനറ്റിക് ആണെങ്കിലും 50% ഈ ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസ് ആണ്. അതുകൊണ്ട് ഈ ലൈഫ് സ്റ്റൈൽസ് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ 50%, അതായത് 50% നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഹാഫായിട്ട് എന്ന് പറഞ്ഞാൽ ഉണ്ട് ഇല്ല അത് നമ്മളാ ഡിസൈഡ് ചെയ്യുന്നത്. ഈ ലൈഫ് സ്റ്റൈൽ ഇല്ലെങ്കിൽ നമുക്ക് 50% കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡയബറ്റീസ് നമ്മൾ തന്നെ വരുത്തി വെക്കുന്ന ഒരു അസുഖമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏത് ഡയബറ്റീസ് എന്നറിയോ? ടൈപ്പ് 2 എന്ന് പറയുന്ന ഡയബറ്റീസ്. ടൈപ്പ് 1 എന്ന് പറയുന്ന ഡയബറ്റീസ് വേറെ ഉണ്ട്. ഡയബറ്റീസ് 3 ടൈപ്പാണ്: ടൈപ്പ് 2, ടൈപ്പ് 1 ആൻഡ് ഗസ്റ്റേഷണൽ ഡയബറ്റീസ്, DGDM. ടൈപ്പ് 2 ആണ് സാധാരണ നമുക്ക് വയസ്സാകുമ്പോൾ കാണുന്ന അസുഖം. ടൈപ്പ് 2 DM ആണ്, ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസ്, ടൈപ്പ് 2 പ്രമേഹം. പക്ഷേ ടൈപ്പ് 1 പ്രമേഹം കുട്ടികളിലും അതേപോലെ യങ് എന്ന് പറയുമ്പോൾ യുവാക്കളിലും നേരത്തെ കാണുന്ന ഒരു അസുഖമാണ്. അത് ഇൻസുലിൻ്റെ അപര്യാപ്തത മൂലമാണ്. അതൊരു എന്താ പറയുക, നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ കോശങ്ങൾ നമ്മുടെ പാൻക്രിയാസിലെ കോശങ്ങളെ നശിപ്പിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഇൻസുലിൻ ഇല്ലാതാവുകയും ചെയ്യും. ഇൻസുലിൻ തീരെ ഇല്ലാതാവുന്ന അസുഖമാണ് ടൈപ്പ് 1. അത് ഏതിലേക്കാണ്? കുട്ടികളിൽ. പക്ഷേ ടൈപ്പ് 2 ആണ് സാധാരണ നമ്മളിവിടെയൊക്കെ കണ്ടുവരുന്ന അസുഖം. അതിൻ്റെ കാരണം 50% എന്താണ്? ഞാൻ ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈലാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, GDM എന്ന് പറഞ്ഞാൽ പ്രഗ്നൻ്റ് ആകുമ്പോൾ ഉണ്ടാകുന്ന ഡയബറ്റീസ്. അത് ഇൻസുലിൻ വെച്ച് നമ്മൾ മാനേജ് ചെയ്യും. അതിന് പ്രത്യേകിച്ച് റീസൺ പറയുകയാണെങ്കിൽ പല റീസൺസും ഉണ്ട്. എന്നതിനൊക്കെ പുറമെ വേറെ പല കാരണങ്ങൾ കൊണ്ടും ഡയബറ്റീസ് വരാം. അത് റയറാണ്, വളരെ അപൂർവമാണ്. അതായത് അതിപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ചില മരുന്നുകൾ അല്ലെങ്കിൽ ചില അസുഖങ്ങളിൽ നിന്നൊക്കെ എന്ത് ചെയ്യും, ഡയബറ്റീസ് വരാം. അപ്പോൾ മെയിനായിട്ട് 3: ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ കുട്ടികളിൽ, ടൈപ്പ് 2 അതായത് സാധാരണ കാണുന്നത്, പിന്നെ GDM എന്ന് പറഞ്ഞാൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിൽ കാണുന്നത്. ഓക്കെ, ഈ ഡയബറ്റീസ് ഉണ്ട് എന്നപ്പോൾ നമുക്ക് നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഷുഗർ നോക്കുമ്പോൾ എല്ലാം മനസ്സിലാവുന്നത് അതിലേക്ക് ലീഡ് ചെയ്യുന്ന കുറച്ച് ലക്ഷണങ്ങളുണ്ട്. അതായത് നമുക്ക് ഷുഗർ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഷുഗർ അത്യാവശ്യം കൂടിയാൽ നമുക്ക് കുറച്ച് ലക്ഷണങ്ങൾ വരും. അതിനാണ് അതിൻ്റെ ടേംസ് ആണ് പറഞ്ഞുതരാം. പോളിയൂറിയ, പോളിഫേജിയ, പോളിഡിപ്സിയ ആൻഡ് വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ദാഹം, ഭയങ്കര വിശപ്പ്, മൂത്രം നല്ലോണം പോവുക, പിന്നെ വെയിറ്റില്ലേ നമ്മുടെ തടി കുറയും ചെയ്യാം. എന്താ മൂത്രം പോകാൻ കാരണം? നമ്മളെ ബോഡിയിൽ ഗ്ലൂക്കോസ് കൂടിയിട്ട് നമ്മളെ ബോഡിക്ക് എങ്ങനെയെങ്കിലും ഈ ഗ്ലൂക്കോസ് കുറച്ച് കളയണം. അത് സാധാരണ ചെയ്യുന്നത് മൂത്രത്തിലൂടെ പുറത്തുള്ളൂ. എന്നാൽ അതിനേക്കാളധികം എന്തുണ്ടാവും? ഗ്ലൂക്കോസ് നമ്മുടെ രക്തത്തിലുണ്ടാവും. ഓക്കെ, പിന്നെ പണ്ടൊക്കെ ഈ ഷുഗർ ടെസ്റ്റ് ചെയ്തിരുന്നത് മൂത്രം എടുത്തിട്ട് അതിലേക്കൊരു റിയേജൻറ്റ്, ബെനഡിക്സ് റിയേജൻറ്റ് എന്നൊക്കെയാണ് അതിനെ പറയുക, അത് ഇട്ടിട്ട് ചൂടാക്കിയിട്ട് നമ്മൾ കളറ് നോക്കിയിട്ടൊക്കെ ആയിരുന്നു പണ്ട് മൂത്രത്തിലെ ഗ്ലൂക്കോസ് നോക്കിയിട്ടായിരുന്നു ഷുഗർ ഡിറ്റർമിൻ തീരുമാനിച്ചിരുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമുക്ക് ഗ്ലൂക്കോമീറ്റർ ഉണ്ട്, അല്ലെങ്കിൽ ലാബിൽ നിന്ന് ടെസ്റ്റ് ചെയ്യും രക്തത്തിൽ എത്ര ഷുഗർ ഉണ്ട് എന്നൊക്കെ. നമുക്ക് വളരെ മെഷീനറി വളരെ അഡ്വാൻസ്ഡ് ആണ്. എനിവേ ഷുഗർ ഈസ് സ്റ്റിൽ റിമൈനിങ്. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ലാസ്റ്റത്തെ കാര്യം പറയുകയാണ്. അതായത് നമ്മൾ ഷുഗർ ശരിക്കും കൺട്രോൾ ചെയ്യില്ല എന്ന് വിചാരിച്ചോ, ആദ്യമായിട്ട് വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ ചെറിയ ചെറിയ രക്തക്കൊയിലുകളെ നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് കൂടിയാൽ അത് ബാധിക്കും. രക്തക്കൊയിലുകളെ അത് ബാധിക്കും ഷുഗർ. അങ്ങനെ സംബന്ധിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയും, അതായത് കണ്ണ് കേടുവരും. ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറയും, കിഡ്നി കേടുവരും. ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയും, നമ്മുടെ ശരീരത്തിലുള്ള കംപ്ലീറ്റ് നാഡികളും കേടുവരും. പ്രത്യേകിച്ച് നമ്മുടെ ലോവർ ലിംബ് എന്ന് പറഞ്ഞാൽ കാലുകൾക്കിടയിലുള്ള. അപ്പോൾ അവിടെ അൾസറൊക്കെ വരും. എന്നതിനൊക്കെ പുറമേ നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും, നമുക്ക് സ്ട്രോക്ക് ഉണ്ടാവും. ഓരോന്ന് നോക്കാം. ഒന്ന്, കണ്ണിനെങ്ങനെ ഗ്ലൂക്കോസ് കൂടിയിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യില്ലെങ്കിൽ ബാധിക്കും. ഡയബറ്റീസ് നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ കണ്ണിനെ അതെങ്ങനെ ബാധിക്കും ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നാണ് അതിനെ പറയാം. അതായത് നമ്മുടെ കണ്ണിൽ ചെറിയ ചെറിയ രക്തക്കുഴലുകളുണ്ട്. നമ്മുടെ റെറ്റിനയിൽ, കണ്ണിലെ ഇമേജൊക്കെ ഫോം ചെയ്യുന്ന റെറ്റിന എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അവിടെ ഈ രക്തക്കുഴലുകൾ പൊട്ടിയിട്ട് എന്ത് സംഭവിക്കും? ഈ റെറ്റിനോപ്പതി എന്ന് പറഞ്ഞാൽ കാഴ്ച ഇല്ലാതാവുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. പോരാത്തതിന് അവിടെ ഹെമറേജ് എന്ന് പറഞ്ഞാൽ ബ്ലീഡിങ്ങും ഉണ്ടാകും. അതോടുകൂടി കാഴ്ചയുടെ കാര്യം കംപ്ലീറ്റ് ആയി. പിന്നെ നമുക്ക് ചിലപ്പോൾ ഈ ഡയബറ്റീസ് എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ ഷുഗർ കൂടി നമുക്ക് ചിലപ്പോൾ തിമിരം വരാം. ഡയബറ്റിക് കാറ്ററാക്ട് എന്നാണ്. അത് നമുക്കൊരു ഓപ്പറേഷൻ ചെയ്ത് റെഡിയാക്കാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഡയബറ്റിക് റെറ്റിനോപ്പതി ഇറ്റ് ഈസ് മോർ സീരിയസ്. അതൊരിക്കലും പഴയ പോലെ ആക്കാൻ സാധിക്കില്ല. ഇനി നമുക്ക് ഈ കിഡ്നീനെ എങ്ങനെയാണ് ഡയബറ്റീസ് ബാധിക്കാൻ പറയാം. കിഡ്നിയിലുള്ള അരിപ്പയാണ് നമ്മുടെ രക്തത്തിലെ എല്ലാ വേസ്റ്റും അരിച്ചു മാറ്റുന്ന ജോലി ചെയ്യുന്ന ആളാണ് ആര്? നമ്മുടെ കിഡ്നി. അപ്പോൾ കിഡ്നിയിലെ അരിപ്പനെ ഡയബറ്റീസ് ബാധിച്ചിട്ട് എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ കിഡ്നി ആകെ താറുമാറാവും, കിഡ്നി പോവും. അപ്പോൾ പിന്നെ ഡയാലിസിസ് ചെയ്യേണ്ടി വരും. അതിലും ഫെയിൽ ആയാൽ പിന്നെ കിഡ്നി മാറ്റി വെക്കേണ്ട അവസ്ഥ വരും. പിന്നെ ഞാൻ പറയാൻ പോകുന്നത് മൂന്നാമത്തെ ഡയബറ്റിക് ന്യൂറോപ്പതി എന്നാണ്. അതായത് നമ്മളെ നരമ്പ് എന്ന് പറഞ്ഞാൽ രക്തക്കുഴലല്ല, നാഡികളെ ഈ പ്രമേഹം ബാധിച്ചിട്ട്
നമുക്ക് മേലാകെ വേദന ഉണ്ടാവുന്നത് മാത്രമല്ല, ഈ നമ്മുടെ താഴത്തെ ലിംബ്, അതായത് താഴത്തെ കാലുകളെ കൂടുതലായിട്ട് ബാധിച്ചിട്ട് കാലുകളിൽ അൾസർ ഉണ്ടാവുകയും, അൾസർ ഉണ്ടായിക്കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും ഷുഗർ ഉള്ള പേഷ്യൻറ്റിന് മുറിവുണ്ടായി അത് ഹീൽ ചെയ്യാൻ, അത് മാറാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ കാലിൽ അൾസർ കൂടിയിട്ട് ചിലപ്പോൾ ഗാംഗ്രീൻ ആവുക, അല്ലെങ്കിൽ കാലിൽ അൾസർ കൂടുക, അങ്ങനെ ചെന്നിട്ട് നമ്മൾ കാല് മുറിക്കേണ്ട അല്ലെങ്കിൽ വിരൽ മുറിക്കേണ്ട അവസ്ഥ വരെ വരും. എന്താ ശ്രദ്ധിക്കണ്ടേ, ഇതൊക്കെ ഒരു എന്താ പറയുക, ഇങ്ങനെ ഉണ്ടായി കൂടി വരുന്നതല്ല. നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്യാതിരുന്നാൽ മാത്രമേ ഇത് വരുള്ളൂ. പ്രോപ്പറായിട്ട് ടാബ്ലറ്റോ ഇൻസുലിനോ എടുത്താൽ ഇത് വരില്ല. ഇതൊക്കെ വരാതിരിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഗുളികയും ടാബ്ലറ്റും അതുപോലെ ഇൻസുലിനും ഇഞ്ചക്ഷനും ഒക്കെ എടുക്കുന്നത്. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, സ്ട്രോക്ക്, അതുപോലെ പക്ഷാഘാതം, ഇങ്ങനെ ഒരു ഭാഗം കുഴഞ്ഞ് പോകുന്ന അവസ്ഥ, അതുപോലെ ഹാർട്ട് അറ്റാക്ക്, സൈലന്റ് അറ്റാക്ക് ആയിരിക്കും, എനിവേ ഹാർട്ട് അറ്റാക്ക്. അപ്പോൾ ഈ 5 കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എന്ന് കണ്ണിൻ്റെ പ്രോബ്ലം, പിന്നെ കിഡ്നി, പിന്നെ കാലിനെ സാധാരണ ബാധിക്കുന്ന ഞരമ്പിൻ്റെ പ്രോബ്ലം, കണ്ണ്, കിഡ്നി, ഞരമ്പ്, ഹാർട്ട്, സ്ട്രോക്ക്. കുറച്ച് അഡ്വൈസ് തരാം. 40 വയസ്സായതിൻ്റെ മേലുള്ള എല്ലാവരും ഷുഗർ ചെക്ക് ചെയ്യണം, അറ്റ്ലീസ്റ്റ് വർഷത്തിൽ ഒരിക്കലെങ്കിലും. എന്ന് മാത്രമല്ല, ഈ ഷുഗർ ചെക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം നിങ്ങൾ കൊളസ്ട്രോളും BP-യും വെയിറ്റും, ഏതൊക്കെ വെയിറ്റും, നിങ്ങളുടെ വെയിറ്റ് തൂക്കം, പിന്നെ കൊളസ്ട്രോള്, BP, ബ്ലഡ് പ്രഷർ, ഇത് 3 കൂടി ചെക്ക് ചെയ്യണം. കാരണം ഇതിന് അതിൻ്റേതായിട്ടുള്ള വളരെയധികം അസോസിയേഷൻ ഉണ്ട്, ഡയബറ്റീസും ഇതും തമ്മിലുള്ള അസോസിയേഷൻ. എന്ന് മാത്രമല്ല, പിന്നെ ഷുഗർ ഉള്ള ആൾക്കാർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കണ്ണിനെ ബാധിച്ചിക്കണമെന്ന് അറിയാൻ ഇടയ്ക്കിടയ്ക്ക് കണ്ണൊന്ന് പരിശോധിക്കണം, അത് ഫൈനൽ സ്റ്റേജിലാണ്. അതുപോലെ കിഡ്നിനെ ബാധിച്ചിക്കണമെന്ന് അറിയാൻ വേണ്ടി മൂത്രത്തിൽ പ്രോട്ടീൻ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണം. മൂത്രത്തിൽ പ്രോട്ടീൻ ഉണ്ടെങ്കിൽ കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടെന്ന് അർത്ഥം. സാധാരണ മൂത്രത്തിൽ പ്രോട്ടീൻ ഉണ്ടാവുകയില്ല. എന്നതിന് പുറമെ നമ്മുടെ കാലിലെ ഞരമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുകൂടി ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെ ടെസ്റ്റ് ചെയ്യേണ്ടത് കണ്ണ്, കിഡ്നി, അതുപോലെ കാലിലെ ഞരമ്പുകൾ ഓക്കെ ആണോ എന്നും കൂടി ടെസ്റ്റ് ചെയ്യണം. ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രീറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ആദ്യം നമ്മൾ ഫുഡ് ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്യുക. അതായത് ഫുഡ് വളരെ പ്രോപ്പർ ആവുക. നിങ്ങളൊരു പാത്രം കൺസിഡർ ചെയ്തു, ഒരു പ്ലേറ്റിൻ്റെ പകുതി ഭാഗം വെജിറ്റബിൾസും ഫ്രൂട്ട്സും എടുക്കുക. ബാക്കി ഭാഗം പ്രോട്ടീൻസ്, എഗ്ഗ്, മിൽക്ക് പ്രൊഡക്റ്റ് പോലുള്ള സാധനങ്ങൾ. ബാക്കി ഭാഗം മാത്രമേ ദോശ, അരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, ഗോതമ്പോ ചപ്പാത്തിയോ അത് എന്തെങ്കിലുമൊക്കെ പറ്റുള്ളൂ. ഭാഗം ദോശ, ചപ്പാത്തിയോ എന്തെങ്കിലും, ബാക്കി ഭാഗം മിൽക്ക് പ്രൊഡക്റ്റും പ്രോട്ടീൻസ്, മുട്ട പോലുള്ള സാധനങ്ങൾ, ആ പകുതി ഭാഗം വെജിറ്റബിൾസും ഫ്രൂട്ട്സും. അങ്ങനെയാണ് നിങ്ങൾ കഴിക്കേണ്ടത്. ഒരു ഡയറ്റീഷ്യൻ്റെ എക്സ്പെർട്ട് ഒപ്പീനിയൻ സ്വീകരിച്ച് നിങ്ങളുടെ വെയിറ്റും ഹൈറ്റും നിങ്ങളുടെ ബോഡി ബിൽഡും കാര്യങ്ങളും എവിടെ നിന്നാണ്, ജിയോഗ്രഫിക്കൽ ലൊക്കേഷനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫുഡ് കൃത്യമായിട്ട് ശരിയാക്കുക. എന്ന് മാത്രമല്ല, നമ്മൾ വെയിറ്റ് കുറക്കണം, അല്ലെങ്കിൽ തടി കൂടാതെ സൂക്ഷിക്കണം. എക്സസൈസ് റെഗുലറായിട്ട് ഒരു 30 മിനിറ്റ്സ് എങ്കിലും 30 മിനിറ്റ് എങ്കിലും ചെയ്യണം. അങ്ങനെ കുറേ കാര്യങ്ങൾ. ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൊണ്ട് തന്നെ ചിലപ്പോൾ ഷുഗർ കുറഞ്ഞു നിൽക്കാം, ഭാഗ്യമുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ടാബ്ലറ്റ് എടുക്കണം. അതും പറ്റിയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം, ഇൻസുലിൻ എടുക്കണം. അതോടുകൂടി ഡയബറ്റീസ് കൺട്രോൾഡ് ആവും. പിന്നെ ചിലപ്പോൾ ഈ ഡയബറ്റീസിൻ്റെ പ്രോബ്ലം എന്താ വെച്ചാൽ, ചിലപ്പോൾ ഷുഗർ കുറയും, ചിലപ്പോൾ ഷുഗർ കൂടും. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാണ് ഞാൻ ഈ ഫുഡിൽ ഇത്രയധികം പ്രിക്കോഷൻ പറഞ്ഞത്? അതായത് നമുക്ക് വിശപ്പുണ്ടാകുമ്പോൾ കഴിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ വെജിറ്റബിൾസ് കുറേ കഴിച്ചാൽ ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ എമൗണ്ട് നമുക്ക് കുറക്കാം. നമുക്ക് വിശപ്പും ഉണ്ടാവില്ല, എന്നാലും കുറച്ച് നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോസ് പെട്ടെന്ന് അടിച്ച് കയറില്ല. കാരണം വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലും ഫൈബേഴ്സ്, നാരുകൾ കുറേ ഉണ്ട് എന്ന് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇനി ഞാൻ ഡയബറ്റിക് എങ്ങനെ ചെക്ക് ചെയ്യാം, ലാബ് ടെസ്റ്റ് എന്തൊക്കെയാണെന്ന് പറയാം. നമ്മൾ വെറുതെ ലാബിൽ പോയി നമ്മൾ രാത്രി ഒന്നും പട്ടിണി കിടന്നില്ല, ഭക്ഷണമൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് കഴിച്ചിട്ട് വെറുതെ ഒന്ന് ചെക്ക് ചെയ്താൽ റാൻഡം ബ്ലഡ് ഷുഗർ എന്നാണ് അതിന് പറയാം. അത് 200 mg/dL കൂടിയാൽ 200 ആണെങ്കിൽ എന്താണ്, നമ്മൾ ഡയബറ്റിക് ആണ്. അതുപോലെ നമ്മൾ ഫാസ്റ്റിങ്ങിൽ ബ്ലഡ് ഷുഗർ എന്ന് കേട്ടിട്ടില്ലേ? അതായത് രാത്രി മുഴുവൻ ഒന്നും കഴിക്കൂലല്ലോ, നമ്മൾ ഉറങ്ങുമ്പോൾ ഒന്നും കഴിക്കൂല. അത് കഴിഞ്ഞിട്ട് രാവിലെ ഭക്ഷണം കഴിക്കാതെ ലാബിലെത്തിയിട്ട് ടെസ്റ്റ് ചെയ്താൽ 125 mg/dL കൂടിയാലും എന്താണ്, ഷുഗറാണ്. ഫാസ്റ്റിംഗ് 125, മറ്റേത് റാൻഡം ബ്ലഡ് ഷുഗർ നമ്മുടെ 200. പിന്നെ നിങ്ങൾ രാത്രി മുഴുവൻ പട്ടിണി കിടന്നു, രാവിലെ ലാബിൽ ചെന്നു, അവരൊരു ഗ്ലൂക്കോസ് വെള്ളം തന്നു, അത് കുടിച്ചു, എന്നിട്ട് 2 അവർ കഴിഞ്ഞിട്ട് നോക്കി. അപ്പോൾ 200 മേലെ ഉണ്ടെങ്കിലും 200 മേലെ ഉണ്ടെങ്കിലും അതെന്താണ്, അപ്പോഴും ഡയബറ്റിക് ആണ്. പിന്നെ ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ HbA1c എന്ന് പറയും, അങ്ങനെ ഒരു സാധനമുണ്ട്. അത് 6.5%, 6.5% മുകളിലാണെങ്കിലും എന്താണ്, നിങ്ങൾ ഡയബറ്റിക് ആണ്. ഈ ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ ആണ് മോസ്റ്റ് അക്യുറേറ്റ് ടെസ്റ്റ്. എന്ന് മാത്രമല്ല 3 മാസത്തിനുള്ളിൽ ഷുഗർ ഉണ്ടെങ്കിൽ അത് കാണിക്കും, അതിൻ്റെ ആവറേജ് ആണ് അത് കാണിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്, റാൻഡം ബ്ലഡ് ഷുഗർ, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, OGTT ആൻഡ് ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ. Thank you for watching my video. Hope you subscribe my video and you like my video, and for more details contact me via WhatsApp. Thank you.